സുഹൃത്തുക്കളെ, മൂന്നാം ലോക രാജ്യങ്ങളുടെ പരമാധികാരം എന്ന ആശയം തന്നെ ഇപ്പോൾ സാമ്രാജ്യത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമത്തിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇത് നടക്കുന്നത്. അതിന് ഏറ്റവും വ്യക്തമായ ഉദാഹരണം ഇറാനുമേൽ നടത്തിയ ബോംബാക്രമണം തന്നെയാണ്. അത് യുണൈറ്റഡ് സ്റ്റേറ്റും ഇസ്രയേലും ചേർന്നാണ് നടത്തിയത്. ഈ ആക്രമണത്തിൻ്റെ തുറന്ന ലക്ഷ്യം തന്നെ ഭരണകൂട മാറ്റം സൃഷ്ടിക്കുക എന്നതാണ്. ഇതുവരെ സാമ്രാജ്യ ശക്തികൾ ഒരു ഭരണകൂടം തങ്ങൾക്ക് അനുകൂലമല്ലെന്ന് തോന്നിയാൽ അതിനെ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അവർ അതിനെ മറ്റൊരു ഔദ്യോഗിക കാരണം മുന്നോട്ട് വയ്ക്കാറുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ആ രാജ്യത്തിന് വിപുലമായ നശീകരണ ആയുധങ്ങൾ ഉണ്ടെന്ന ആരോപണം, ഭരണകൂടം മയക്കുമരുന്ന് വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ. ഇത്തരത്തിലുള്ള മുഖംമൂടി ഉപയോഗിച്ചാണ് സൈനിക ഇടപെടലുകൾ ന്യായീകരിച്ചിരുന്നത്. എന്നാൽ ഇറാൻ്റെ കാര്യത്തിൽ അത്തരമൊരു മുഖംമൂടി പോലും ഉപേക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ്റെ ആണവ പരിപാടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ അവ പുരോഗതി കൈവരിക്കുകയാണെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായെന്നിരിക്കെ ബോംബാക്രമണം നടത്തപ്പെട്ടു. അതുകൊണ്ട് തന്നെ കോളനി വ്യവസ്ഥ അവസാനിച്ചതിന് ശേഷം ആദ്യമായി മൂന്നാം ലോക രാജ്യങ്ങളിൽ എവിടെയായാലും ഭരണകൂടമാറ്റം നടപ്പാക്കാനുള്ള അവകാശം തങ്ങൾക്ക് ഉണ്ടെന്ന നിലപാട് അമേരിക്ക തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഇതല്ല. ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണകൂടത്തിന് ഇറാൻ ജനങ്ങളിൽ പിന്തുണ ഉണ്ടോ ഇല്ലയോ, അത് അടിച്ചമർത്തുന്ന ഭരണകൂടമാണോ, അവിടെ സ്വതന്ത്ര പ്രസംഗം അനുവദിക്കുന്നുണ്ടോ, പ്രതിപക്ഷത്തെ സഹിക്കുന്നുണ്ടോ എന്നതല്ല. പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: ഇറാനിലെ ഭരണകൂടം മാറ്റണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഇറാൻ ജനങ്ങൾക്കേ ഉള്ളൂ. മറ്റൊരു രാജ്യത്തിൻ്റെ കാര്യങ്ങളിൽ സൈനികമായി ഇടപെടാൻ അമേരിക്കൻ സാമ്രാജ്യത്തിന് യാതൊരു അവകാശവുമില്ല. അതുതന്നെയാണ് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം എന്നതിൻ്റെ അർത്ഥം. ഈ പരമാധികാരമാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം നടന്ന സ്വാതന്ത്ര്യ സമരങ്ങൾ വഴി മൂന്നാം ലോക രാജ്യങ്ങൾ നേടിയെടുത്തത്. ഇതുവരെ സാമ്രാജ്യത്വം ഈ പരമാധികാരത്തെ പിന്നാമ്പുറ നീക്കങ്ങളിലൂടെ തകർക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അത് തുറന്ന സൈനിക ഇടപെടലിലൂടെ അത് തകർക്കാൻ ശ്രമിക്കുന്നു. ഇത് ദേശീയ പരമാധികാരത്തിന്മേലുള്ള നേരിട്ടുള്ള ആക്രമണമാണ്. അതിലൂടെ ലോക ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുകയാണ്. അതായത് കോളനി വ്യവസ്ഥയുടെ അവസാനത്തെ തിരിച്ചു മറികടക്കാൻ സാധ്യതയുള്ള ഒരു അധ്യായം. ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉയരുന്നു. സാമ്രാജ്യത്വം ഇത്തരമൊരു ആക്രമണം നടത്താൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ട്? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യം എന്തുകൊണ്ട് എന്ന് തോന്നുന്നു? ആ ചോദ്യത്തിൻ്റെ ഉത്തരം ലളിതമാണ്. സോവിയറ്റ് യൂണിയൻ തകർന്നതും ശീതയുദ്ധം അവസാനിച്ചതും സാമ്രാജ്യ ശക്തികളെ ഇനി നിയന്ത്രണങ്ങളില്ലാത്ത നിലയിലേക്ക് എത്തിച്ചു. ഉദാഹരണത്തിന് ക്യൂബ. അവിടെ ഇപ്പോൾ പോലും ഭരണകൂട മാറ്റം എന്ന ആശയം സാമ്രാജ്യത്വം മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ 1962 ക്യൂബൻ മിസൈൽ ക്രൈസിസ് സമയത്തെ അവസ്ഥയുമായി ഇത് താരതമ്യം ചെയ്താൽ വലിയ വ്യത്യാസം കാണാം. അന്ന് സോവിയറ്റ് യൂണിയൻ ക്യൂബയിലേക്ക് പോകുന്ന സ്വന്തം കപ്പലുകൾ അമേരിക്കൻ ഉപരോധം തകർത്ത് മുന്നേറാൻ പോലും തയ്യാറായിരുന്നു. അതിലൂടെ ആണവ യുദ്ധം വരെ സംഭവിക്കാമായിരുന്നു. അതുകൊണ്ടാണ് അമേരിക്ക ഒടുവിൽ ഒരു സമവായത്തിലേക്ക് പോകേണ്ടി വന്നത്. അതിൻ്റെ ഫലമായി പിന്നീട് ക്യൂബയിൽ നേരിട്ടുള്ള സാമ്രാജ്യത്വ സൈനിക ഇടപെടൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അത്തരമൊരു നിയന്ത്രണമില്ല. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം സാമ്രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ പ്രതിസന്ധിക്ക് രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട്. ഒന്നാമത്, കഴിഞ്ഞ 30-40 വർഷങ്ങളിൽ വികസിത ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികളുടെ വരുമാന വിഹിതവും മൂന്നാം ലോക രാജ്യങ്ങളിലെ തൊഴിൽ ജനങ്ങളുടെ വരുമാന വിഹിതവും വലിയ തോതിൽ കുറഞ്ഞു. ഇതെന്താണ് ഉണ്ടാക്കുന്നത്? ലാഭവിഹിതം വർദ്ധിക്കുന്നു, തൊഴിലാളികളുടെ വാങ്ങൽ ശേഷി കുറയുന്നു, അതിനാൽ ആവശ്യം കുറയുന്നു. അതോടെ അധികോൽപാദനം ഉണ്ടാകുന്നു, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. ഇത് തൊഴിലാളികൾക്ക് വലിയ ദുരിതം സൃഷ്ടിക്കുന്നു. രണ്ടാമത്തെ ഘടകം, പഴയ കോളനി വ്യവസ്ഥയുടെ കാലത്ത് സാമ്രാജ്യത്വ രാജ്യങ്ങൾ അവരുടെ കോളനികളിൽ നിന്ന് സർപ്ലസ് ചൂഷണം നടത്തിക്കൊണ്ട് സ്വന്തം സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചിരുന്നു. ഉദാഹരണത്തിന്, യുണൈറ്റഡ് കിങ്ഡം ആദ്യ ലോക മഹായുദ്ധത്തിന് മുമ്പ് സ്വന്തം കോളനികളിൽ നിന്ന് സമ്പത്ത് ചൂഷണം ചെയ്തതാണ് സാമ്പത്തിക സമതുലിതാവസ്ഥ നിലനിർത്തിയത്. ഇന്നത്തെ പ്രധാന സാമ്രാജ്യ ശക്തിയായ അമേരിക്കയ്ക്ക് അത്തരമൊരു കോളനി സാമ്രാജ്യമില്ല. അതിനാൽ അത് എന്താണ് ചെയ്യുന്നത്? ഡോളർ അച്ചടിക്കുന്നു. ഇന്ന് അമേരിക്ക ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള രാജ്യമാണ്. ലോകമെമ്പാടും ഡോളറും ഡോളർ ആസ്തികളും നിറഞ്ഞിരിക്കുകയാണ്. അവയെല്ലാം അമേരിക്കയുടെ ബാധ്യതകളാണ്. ഇത് ക്യാപിറ്റലിസ്റ്റ് ലോകത്തിൻ്റെ സാമ്പത്തിക സംവിധാനത്തിന് വലിയ ഭീഷണിയാണ്. പലരും പറയാറുണ്ട്, ഡോളറിന് പകരം മറ്റൊരു ശക്തമായ കറൻസി ഇല്ല, അതിനാൽ പ്രശ്നമില്ല. പക്ഷേ അത് തെറ്റാണ്. കാരണം ഡോളറിൽ നിന്ന് കമ്മോഡിറ്റികളിലേക്ക് പെട്ടെന്ന് മാറിയാൽ പോലും വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകാം. ഇതൊരിക്കൽ സംഭവിച്ചിട്ടുണ്ട്. 1970കളുടെ തുടക്കത്തിൽ അത് വലിയ പണപ്പെരുപ്പം സൃഷ്ടിച്ചു. അതിനാണ് പിന്നീട് മാർഗരറ്റ് താച്ചറും റൊണാൾഡ് റീഗനും മുന്നോട്ട് വച്ച താച്ചറിസവും റീഗനിസവും വന്നത്. അവ തൊഴിലില്ലായ്മ ഉയർത്തി പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ സാമ്രാജ്യത്വം
ഈ പ്രതിസന്ധി ഒഴിവാക്കാൻ 2 വഴികളാണ് സ്വീകരിക്കുന്നത്. ഒന്നാമത്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പോലുള്ള നവഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ സ്ഥാപിക്കൽ. രണ്ടാമത്, ലോകമെമ്പാടും പുതിയ കോളനി വ്യവസ്ഥ സ്ഥാപിക്കൽ. ഉദാഹരണങ്ങൾ: നിക്കോളാസ് മഡൂറോയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം, ഇറാന് മേലുള്ള ആക്രമണം. ഇറാനിൽ വീണ്ടും അധികാരത്തിലേറാൻ റേസ പഹലവിയെ പോലുള്ള രാജവംശ അവകാശികൾ തയ്യാറായി കാത്തിരിക്കുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. വെനിസ്വേലയും ഇറാനും എണ്ണ സമ്പത്ത് നിറഞ്ഞ രാജ്യങ്ങളാണ്. വെനിസ്വേലയ്ക്ക് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണശേഖരമുണ്ട്. ഈ വിഭവങ്ങൾ അമേരിക്കൻ കമ്പനികൾ കൈവശപ്പെടുത്താൻ കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് വീണ്ടും സർപ്ലസ് ചൂഷണം ആരംഭിക്കാം. അത് അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി കുറയ്ക്കാൻ സഹായിക്കും. പുതിയ കോളനി വ്യവസ്ഥ എണ്ണ രാജ്യങ്ങളിൽ ഒതുങ്ങുന്നില്ല, അത് അസമത്വ കരാറുകൾ വഴി നടപ്പിലാക്കപ്പെടുന്നു. ഉദാഹരണം: ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ് വ്യാപാര കരാർ. ഇത് കോളനി കാലത്തെ പോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അടിമ വിപണികൾ സൃഷ്ടിക്കുന്നു. ഒരു പുതിയ കോളനി വ്യവസ്ഥ സാമ്രാജ്യത്വ പ്രതിസന്ധി പരിഹരിക്കുമോ എന്നത് വേറെ കാര്യമാണ്. പക്ഷേ സാമ്രാജ്യത്വം അതിനെ പരിഹാരമായി വിശ്വസിക്കുന്നു. അതാണ് പ്രധാന കാര്യം. ഈ ആശയം അടുത്തിടെ യൂറോപ്യൻ നേതാക്കളോട് വിശദീകരിച്ചത് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയാണ്. അദ്ദേഹം പറഞ്ഞത് പശ്ചിമ നാഗരികതയുടെ മഹത്വം കഴിഞ്ഞ വർഷങ്ങളിൽ കുറഞ്ഞു. അതിന് പ്രധാനപ്പെട്ട കാരണം കമ്മ്യൂണിസത്തിൻ്റെ ഉയർച്ച, കോളനി വിരുദ്ധ സമരങ്ങൾ എന്നിവയാണ്. കോളനി വിരുദ്ധ സമരങ്ങൾ നേടിയ നേട്ടങ്ങൾ ഇല്ലാതാക്കുക, ലോകത്തെ വീണ്ടും കോളനികളാക്കുക എന്നതാണ് ലക്ഷ്യം. വാർത്തകൾ പ്രകാരം ഈ വാദം യൂറോപ്യൻ നേതാക്കളെ സമ്മതിപ്പിച്ചു. അതുകൊണ്ടാണ് ഇറാനെതിരായ പുതിയ അമേരിക്ക ഇസ്രായേൽ ആക്രമണത്തിനെതിരെ സ്പെയിൻ ഒഴികെ യൂറോപ്പിൽ നിന്നൊരു വലിയ എതിർപ്പ് പോലും ഇല്ലാതിരുന്നത്. അതിനാൽ നാം ഇന്ന് ഒരു വലിയ ചരിത്രപരമായ വഴിത്തിരിവിൻ്റെ മുമ്പിലാണ്. ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തികൾ ഒരുമിച്ച് ചേർന്ന് കോളനി വിരുദ്ധ സമരങ്ങൾ നേടിയ നേട്ടങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിലേക്ക് ലോകം കടക്കുകയാണ്. സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾക്ക് കരുത്തു പകരാൻ നമുക്കാവണം.